നമസ്കാരം. കാറും കോളും മാറി ചെഗുവേര കൂറിലോസ് വീണ്ടും നിരണം ഭദ്രാസനാധിപൻ. വിശ്വാസി സമൂഹം ചെഗുവേര കൂറിലോസ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന മെത്രാൻ ഗീവർഗീസ് മാർ കൂറിലോസിനെ വീണ്ടും നിരണം ഭദ്രസനാധിപനായി നിയമിച്ചിരിക്കുന്നു. സ്ഥാനത്യാഗം ചെയ്ത് യാക്കോബായ സഭാ മെത്രാൻ ഗീവർഗീസ് മാർ കൂറിലോസിനെയാണ് വീണ്ടും നിരണം ഭദ്രാസനാധിപനായി ബസേലിയസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ നിയമനം നടത്തിയിരിക്കുന്നത്. ഒരിക്കൽ രാജിവെച്ചുപോയ മെത്രാൻ മാർ കൂറിലോസ് വീണ്ടും ഭദ്രാസന ചുമതലയിലേക്ക് എന്തുകൊണ്ട് തിരികെ എത്തുന്നു? 2023 കൂറിലോസ് സ്വയം ചുമതല ഒഴിഞ്ഞ് സ്ഥാനത്യാഗം ചെയ്യുകയായിരുന്നു. രാജിയുടെ കാരണവും ഇപ്പോഴത്തെ തിരിച്ചുവരേണ്ട കാരണവും വ്യക്തമല്ല എന്ന് മുഖ്യധാര മാധ്യമങ്ങൾ പറയുമ്പോഴും തിരികെ വന്നതിനും ഒഴിഞ്ഞുപോയതിനും പിന്നിൽ ചിലതുണ്ട് എന്ന് പറയാതെ വയ്യ. 2023 ഒക്ടോബർ 5 തികച്ചും അപ്രതീക്ഷിതമായിട്ട് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ വെച്ചാണ് മാർ കൂറിലോസ് സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചത്. അതിനുശേഷം മല്ലപ്പള്ളി ആനിക്കാട് ദേറയിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. 60കാരനായ മാർ കൂറിലോസ് 2006 മെത്രാപ്പൊലീത്തയായി വാഴിക്കപ്പെട്ടത്. 17 വർഷത്തിന് ശേഷമായിരുന്നു സ്ഥാനത്യാഗം. ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഭദ്രാസനാധിപ ചുമതലയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നത്. ജൂൺ 1 സ്ഥാനമേറ്റെടുക്കുന്ന മാർ കൂറിലോസിന്റെ നിയമന വിവരം പുറത്തു വന്നതിന് പിന്നാലെ നിലവിൽ നിരണം ഭദ്രാസനത്തിന്റെ സഹായമെത്രാനായ ഗീവർഗീസ് മാർ ബർണബാസ് രാജിവെച്ചിരിക്കുന്നു. 15 വർഷം ശമ്പളമോ ആനുകൂല്യങ്ങളോ ഇല്ലാതെ സേവനം ചെയ്തതിൽ സംതൃപ്തനാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് രാജിക്കത്ത്. സഭയിലെ ആഭ്യന്തര തർക്കങ്ങളുടെ ഭാഗമാണ് ഈ നീക്കങ്ങളെല്ലാം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. പൊതുവിഷയങ്ങളിലും പലതിലും മുഖം നോക്കാതെ അഭിപ്രായം പറയുന്ന ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പരാമർശങ്ങൾ പലപ്പോഴും വിവാദമായിരുന്നു. ഇടതുപക്ഷ നയങ്ങളോട് പ്രതിപത്തി പുലർത്തിയിരുന്ന മാർ കൂറിലോസ് കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി സർക്കാരിൻ്റെ കടുത്ത വിമർശകരാണ്. കാലം ആവശ്യപ്പെട്ട നേതാവ് പിണറായി വിജയൻ എന്ന് വാതോരാതെ പറഞ്ഞു നടന്ന കൂറിലോസ് ക്രിസ്തുവിൻ്റെയും കാറൽ മാർക്സിൻ്റെയും നിലപാടുകളിലെ സമാനതകളെക്കുറിച്ച് ആവേശപൂർവ്വം സംസാരിച്ച കൂറിലോസ് ഒരു ദിവസം പിണറായിയെ തള്ളിപ്പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റിലെ ഇടതു പരാജയത്തെ തുടർന്ന് കൂറിലോസ് നടത്തിയ പരാമർശങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി മെത്രാന്മാരിലും വിവരദോഷികളുണ്ട് എന്ന് പിണറായി നടത്തിയ പ്രസ്താവനയും ഏറെ ചർച്ചയായിരുന്നു. പ്രളയമാണ് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ അന്ന് യാക്കോബായ സഭ മാർ കൂറിലോസിനെ ഒറ്റിക്കൊടുത്തു. കൂറിലോസിന് ബിഷപ്പിന്റെ ചുമതലകളില്ലെന്നും അദ്ദേഹം പറഞ്ഞത് സഭയുടെ അഭിപ്രായമല്ലെന്നും പിണറായി വിജയൻ സഭയുടെ മുത്താണെന്നും മെത്രാന്മാർ പറഞ്ഞു വച്ചു. അങ്ങനെ അവർ മലക്കം പറഞ്ഞു. ഈ തള്ളിപ്പറച്ചിലിന് പിന്നിലും ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ 2017 ജൂലൈ 3 വിധി നടപ്പിലാക്കാതിരിക്കാൻ സർക്കാർ കനിയണം. അതിനുവേണ്ടി കൂറിലോസിനെ യാക്കോബായ സഭ തള്ളിപ്പറഞ്ഞു, ഒറ്റിക്കൊടുത്തു. 2023 കൂറിലോസ് സ്വയം ചുമതല ഒഴിഞ്ഞ് സ്ഥാനത്യാഗം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒപ്പം രാജിയുടെ കാരണവും ഇപ്പോഴത്തെ തിരിച്ചുവരവിൻ്റെ കാരണവും വ്യക്തമല്ല എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുമ്പോഴും തിരികെ വന്നതിനും ഒഴിഞ്ഞുപോയതിനും പിന്നിൽ ചിലതുണ്ടെന്ന് പറയാതെ വയ്യ. ഇതും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിലെ ചില കാര്യങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞതൊക്കെ. ഇനിയുമുണ്ട്. ഈ ബസേലിയസ് ജോസഫ് കാതോലിക്ക ബാവ സ്ഥാനമേറ്റ ശേഷം ഭദ്രാസന ചുമതലകളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മാർ കൂറിലോസ് കരഞ്ഞ് കാലുപിടിച്ചാണ് വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത്. കാരണം ഈ മാർ കൂറിലോസിന് ഈ ചെങ്കുപ്പായമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പുതിയ ബസേലിയസ് ജോസഫ് കാതോലിക്ക ബാവയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് രമ്യതയിലെത്തി വീണ്ടും നിരണം ഭദ്രാസനാധിപനാകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതും ഇപ്പോൾ തിരികെ എത്തുന്നതും. 2023 ഒക്ടോബർ 5 തികച്ചും അപ്രതീക്ഷിതമായി കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ വെച്ച് മാർ കൂറിലോസ് സ്ഥാനത്യാഗം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം കരുതി കാണില്ല ചാരിറ്റി ട്രസ്റ്റിന്റെ മറവിൽ നടത്തിക്കൊണ്ടിരുന്ന പണം തട്ടിപ്പും ഹവാല പരിപാടികളും നിലച്ചുപോകുമെന്ന്. അത് തുടരുന്നതിനും നിലനിൽപ്പിനും ചെങ്കുപ്പായം അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവാണ് കൂറിലോസിന് വീണ്ടും പദവിയിലെത്താൻ പ്രേരണയായത്.
മുൻപും KP യോഹന്നാനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്തകൾ ഞങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. അത് പ്രേക്ഷകർ മറന്നു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ KP യോഹന്നാന്റെ കൂട്ടത്തിലെ സാമ്പത്തിക തട്ടിപ്പിന്റെ കണ്ണിയായിരുന്നു ഈ ദൈവദാസനും. അതുകൊണ്ട് തന്നെ തട്ടിപ്പിന്റെ മാർഗം അടഞ്ഞു പോകരുത് എന്ന് കരുതി തിരികെ എത്തുവാനുള്ള മാർഗം തുറക്കാനായി പുതിയ തലവന്റെ കാൽ കഴുകി ശുശ്രൂഷ നടത്തി പദവി തരപ്പെടുത്തി. തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ മനസ്സിലാക്കാത്ത മൊണ്ണകളാണ് വിശ്വാസി സമൂഹം. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി വന്ന മാർ കൂറിലോസിന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സൈബർ തട്ടിപ്പിൽ 15 ലക്ഷം രൂപയാണ് നഷ്ടമായത്. CBI എന്ന വ്യാജേന ബന്ധപ്പെട്ട തട്ടിപ്പ് സംഘം വെർച്വൽ അറസ്റ്റ് നടത്തിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു. വലിയ വിവാദമായിരുന്നു ഈ വാർത്ത. എന്തുകൊണ്ട് ഈ അച്ഛൻ ഇങ്ങനെ സൈബർ തട്ടിപ്പിനിരയായി? പണമോഹം തന്നെയല്ലേ? അപ്പോൾ പിന്നെ എല്ലാ തട്ടിപ്പിന് പിന്നിലും ഈ മെത്രാന്മാരും സഭകളുമൊക്കെ ഇടപെടുന്നുണ്ട് എന്നല്ലേ നമ്മൾ തിരിച്ചറിയാൻ. ചെങ്കൊടിയെ പ്രണയിച്ച മെത്രാൻ എന്ന പേരിൽ സഖാവെന്ന് വിളിച്ചാൽ അതിൽ അഭിരമിക്കുന്ന മാർ കൂറിലോസിന് ചെങ്കുപ്പായത്തിനുള്ളിൽ മറച്ചു വയ്ക്കാവുന്ന നിരവധി രഹസ്യങ്ങൾ ഉണ്ടെന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ വീട്ടുമുള്ള ഈ മടങ്ങിവരവ്. അല്ലെങ്കിൽ മല്ലപ്പള്ളി ആനിക്കാട് ദേറയിൽ വിശ്രമത്തിലായിരുന്ന 60-കാരനായ മാർ കൂറിലോസ് സ്ഥാനത്യാഗം ചെയ്തു കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം വീണ്ടും ഭദ്രാസന ചുമതലയിലേക്ക് തിരിച്ചെത്തുന്നത് എന്തിനാണ്? സന്യാസ ജീവിതത്തിനായി ഭദ്രാസന ചുമതലയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോയയാൾ ഇപ്പോൾ തിരികെ വരുമ്പോൾ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും വിളനിലം ഈ ചെങ്കുപ്പായവും അവിടുത്തെ സുഖ സൗകര്യങ്ങളും തന്നെയാണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഈ മടങ്ങിവരവെന്ന് പറയേണ്ടിയിരിക്കുന്നു. തീവട്ടിക്കൊള്ള നടത്തുവാനും കോടികളുടെ സാമ്പത്തിക തിരിമറി നടത്താനുമെല്ലാം സഭയ്ക്കും വേണം ഇത്തരത്തിലുള്ള മെത്രാന്മാരെ. അതിനാൽ അവർ ഇവരെയൊക്കെ മടക്കി വിളിക്കും. എന്നാൽ മൊണ്ണകളല്ലാത്ത ചില വിശ്വാസ സമൂഹത്തിലെ ചിലരെങ്കിലും ചോദിക്കും, ഇതുപോലുള്ള കുലംകുത്തികളെയും ചാരിറ്റി കച്ചവടത്തിൻ്റെ മറവിൽ തീവട്ടിക്കൊള്ള നടത്തുന്നവനെയൊക്കെ തിരികെ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന്. അപ്പോൾ വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ കൂടെ കൂട്ടിയ യേശുവിൻ്റെ നാമം പറഞ്ഞ് മഹത്വവൽക്കരിക്കും ഇപ്പോൾ ഈ അരമന വാഴുന്നവർ. അരമനയിലെ എണ്ണമില്ലാത്ത സ്വത്ത് സമ്പാദ്യങ്ങളും കണക്കില്ലാത്ത വസ്തുവകകളും സഭയുടെ കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്ന് വേണ്ട ക്രിസ്തുവിനെ വിറ്റ് എന്തൊക്കെ നേടാമോ അതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാർഗവും വഴിയും പദവിയാണെങ്കിൽ ചെങ്കുപ്പായം ധരിച്ചു വീണ്ടും സഭയെയും സഭാവിശ്വാസികളെയും ഉദ്ധരിക്കുവാൻ 2 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗീവർഗീസ് മാർ കൂറിലോസ് ഭദ്രാസന ചുമതലയിലേക്ക് തിരിച്ചെത്തുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി സഭ പരിലസിച്ച് നിൽക്കുമ്പോൾ കൂടെ കൂടാൻ എല്ലാവരുമുണ്ട്. എന്നാൽ ഒരു കാലത്ത് സഭ മുങ്ങിത്താണപ്പോൾ, മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോൾ ഈ ബിഷപ്പുമാരെയും മെത്രാന്മാരെയും ഒന്നും അവിടെ കണ്ടില്ല. സഭയുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട കാലഘട്ടത്തിലും എല്ലാവരും മാളത്തിൽ പോയി ഒളിച്ചിരുന്നു. ഇപ്പോൾ സഭയും അരമനയും കുമിഞ്ഞുകൂടുന്ന സമ്പത്തിൻ്റെ ഉറവിടമായി മാറിയപ്പോൾ ഉന്നത രാഷ്ട്രീയ ബന്ധമടക്കം ഉണ്ടാക്കിയെടുത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ വിലപേശാൻ പരുവത്തിൽ ആക്കിയെടുത്ത ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും പള്ളിയും സഭയും എല്ലാം വേണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി. രാഷ്ട്രീയം കളിച്ച് സ്വന്തം സ്ഥാനമുറപ്പിക്കാൻ എല്ലാ രാഷ്ട്രീയക്കാരും ഇവരുടെ കൂടെ കൂടുകയും ചെയ്യും. എല്ലാം വോട്ട് രാഷ്ട്രീയം, ഇവർക്ക് സമ്മർദ്ദതന്ത്രം. അതുകൊണ്ടാണല്ലോ ബസേലിയസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പ്രതിനിധികളെ അയച്ച് തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചത്. അത് കേരളം കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെഗുവേര മെത്രാന് വിഷമിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു മുടിയനായ പുത്രനെ 2 കൈയും നീട്ടി സ്വീകരിച്ച അപ്പൻ്റെയും കാണാതായ കുഞ്ഞാടിൻ്റെയും ബൈബിൾ വചനങ്ങൾ വായിച്ചു മനഃപ്പാഠമാക്കിയ വിശ്വാസി സമൂഹം 2 കൈയും നീട്ടി ചെഗുവേര മെത്രാനെയും സ്വീകരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മാർ കൂറിലോസ്. മൊണ്ണകളായ വിശ്വാസി സമൂഹത്തെ മേയിച്ചു ഭരിക്കാൻ കഴിയട്ടെ ഗീവർഗീസ് മാർ കൂറിലോസിന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.